ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മാനന്തവാടിയിൽ കടുവ ആക്രമണത്തിൽ ഒരു മരണമുണ്ടായിരിക്കുന്നു. കൊല്ലപ്പെട്ടത് മാനന്തവാടി സ്വദേശി. ആക്രമണം തോട്ടത്തിൽ കാപ്പി പറിക്കുന്നതിനിടെ. വയനാട് മാനന്തവാടിയിലാണ് വീണ്ടും വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നത്. കടുവയുടെ ആക്രമണത്തിൽ ഒരു മരണമാണ് ഉണ്ടായത്. മാനന്തവാടി സ്വദേശിയാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. തോട്ടത്തിൽ കാപ്പി പറിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വീണ്ടും വയനാട്ടിൽ കടുവ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതിൽ ഒരാളുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. സംസ്ഥാനത്ത് വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമാകുന്നു എന്നുള്ളതാണ്. ഇതൊരു തുടർക്കഥയായി മാറുന്നു എന്നുള്ളത് ഏറ്റവും അതിദാരുണമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീയാണ് മരിച്ചത് എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. മാനന്തവാടി സ്വദേശിയാണ് മരിച്ചത് എന്ന് പറയുന്നു. ആക്രമണം തോട്ടത്തിൽ കാപ്പി പറിക്കുന്നതിനിടെ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സംസ്ഥാനത്ത് വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒരു മരണം ഉണ്ടായിരിക്കുന്നു. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്നത് വളരെയധികം കൂടുന്നു. ആക്രമണം കൂടുന്നു, പരിക്കേൽക്കുന്നത് കൂടുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെയാണ് നടക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ഒരാളുടെ ജീവൻ നഷ്ടമായി എന്നുള്ള അതിദാരുണമായിട്ടുള്ള വാർത്ത വരുന്നത്. കടുവയുടെ ആക്രമണത്തിൽ മാനന്തവാടിയിൽ ഒരു മരണം കൊല്ലപ്പെട്ടത് മാനന്തവാടി സ്വദേശി ആണ്, ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. തോട്ടത്തിൽ കാപ്പി പറിക്കുന്നതിനിടെയാണ് കടുവ ആക്രമിക്കുന്നതും സ്ത്രീയുടെ മരണം സംഭവിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം. വയനാട്ടിലാണ് കടുവയുടെ ആക്രമണത്തിൽ ഒരു മരണമുണ്ടായിരിക്കുന്നത്. വീണ്ടും സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ ഒരു മരണം, ഒരാളുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. സ്ത്രീയാണ് മരിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. മാനന്തവാടിയിലാണ് ഇത്തരത്തിൽ ആക്രമണമുണ്ടായത്. മാനന്തവാടി സ്വദേശിയാണ് മരിച്ചത്. ആക്രമണം തോട്ടത്തിൽ കാപ്പി പറിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കടുവ ആക്രമിക്കുകയായിരുന്നു. അതിന് പിന്നാലെ മരണം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ്. മരിച്ച സ്ത്രീയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഒരു സ്ത്രീയാണ് മരിച്ചത്. തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോകുന്നതിനിടെയായിരുന്നു ആക്രമണം. വയനാട് മാനന്തവാടി പഞ്ചാരകൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപമാണ് കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പഞ്ചാരകൊല്ലി സ്വദേശി ആണ് മരിച്ചത്. പഞ്ചാരകൊല്ലി സ്വദേശി രാധയാണ് മരിച്ചത് എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയതാണ് ഇവർ എന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. സംസ്ഥാനത്ത് വീണ്ടും ഒരു വന്യജീവി ആക്രമണത്തിൽ ഒരു മരണം ഉണ്ടായിരിക്കുകയാണ്. കാപ്പി പറിക്കാൻ പോയ രാധ എന്ന സ്ത്രീയാണ് മരിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്താണ് കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് വീണ്ടും ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ലാൽകൃഷ്ണയാണ് നമുക്കൊപ്പം ചേരുന്നത്. ലാൽകൃഷ്ണ, വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരു ആളുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. മാനന്തവാടി സ്വദേശി കടുവയുടെ ആക്രമണത്തിലാണിപ്പോൾ മരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാം. മേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അവസാനം കിട്ടുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ വന്യജീവി ആക്രമണം രൂക്ഷമായിരുന്ന ഒരു പ്രദേശമാണ് വയനാട്. പ്രത്യേകിച്ച് കടുവയടക്കമുള്ള മൃഗങ്ങളുടെ സാന്നിധ്യവും വയനാട് വലിയ തോതിലുണ്ടായിരുന്നു. അത് തന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കടുവയുണ്ട് എന്ന് പറഞ്ഞ് ഒരു കടുവയെ പിടികൂടിയെങ്കിലും ഒന്നിലേറെ കടുവകൾ ആ ഭാഗത്തുണ്ട് എന്നുള്ളതായിരുന്നു നാട്ടുകാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ വനംവകുപ്പ് വെച്ച കൂട്ടിൽ ഒരു കടുവ കുടുങ്ങിയതോടുകൂടി താൽക്കാലിക ആശ്വാസം അല്ലെങ്കിൽ പ്രശ്നത്തിന് പരിഹാരമായി എന്നുള്ളതായിരുന്നു നാട്ടുകാർ കണ്ട മാനം. എന്നാൽ അത് അത്തരത്തിലല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് നടന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. വനമേഖലയോട് ചേർന്നുള്ള കാപ്പിത്തോട്ടത്തിൽ കാപ്പി ഒരു പറിക്കുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് അവസാനം കിട്ടിയ വിവരം. ഈ മരിച്ച ആളുടെ പേര് വിവരങ്ങളടക്കം സ്ഥിരീകരിക്കുന്നതിന് നേരിയ താമസം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും വലിയ ഗൗരവത്തിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നിയമസഭയിലടക്കം മന്ത്രി പറഞ്ഞതാണ് വലിയ തോതിൽ ആ വാർത്തയെ പർവ്വതീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്, അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും തുടർച്ചയായ ദിവസങ്ങളിൽ വന്യജീവി ആക്രമണങ്ങളും വന്യജീവികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും തന്നെയാണ് പ്രധാന ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വിഷയത്തിൽ ഇതുവരെ വ്യക്തമായൊരു ഇടപെടലോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതും
ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് കൂടൽ മേഖലയിലടക്കം കടുവയുടെ സാന്നിധ്യം ഉണ്ടാവുകയും കടുവ ആളുകൾ കാണുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ കൂട് വെച്ച് പിടികൂടിയ ഒരു കടുവയ്ക്ക് അപ്പുറത്തോട്ട് മറ്റ് പരിശോധനകളോ കാര്യങ്ങളോ നടക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞും ശ്രദ്ധേയവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ മറ്റു ജീവൻ കൂടി നഷ്ടമാകുമെന്നൊരു സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സ്ത്രീക്ക് കടുവയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്ന സ്ഥിതി വന്നിരിക്കുന്നു. ജനവാസ മേഖലയിലാണ് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. വനത്തോട് ചേർന്നുള്ള മേഖലയിലാണെങ്കിൽ പോലും കുട്ടികളടക്കമുള്ള ആളുകൾ സ്കൂളിലടക്കം പോകുന്ന പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം വീണ്ടും ഉണ്ടാകുന്നത് ജനങ്ങളിൽ വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ കുറെ കാലങ്ങളായി വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർച്ചയായിട്ടുള്ള പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ തന്നെ ഉടലെടുത്തിരുന്ന പ്രദേശം കൂടിയാണ് വയനാട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ആനയുടെ ആക്രമണത്തിൽ അജീഷ് കൊല്ലപ്പെട്ട സമയത്ത് വലിയ തോതിലുള്ള രോഷങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായി. അതിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീടും തുടർച്ചയായിട്ട് ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നതാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ടുണ്ടാകുന്നത്. പക്ഷേ ശാശ്വതമായൊരു പരിഹാരം എന്ന് പറയുന്നത് ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വയനാട് ജനതയുടെ ആരോപണം. ആ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന തരത്തിലാണ് നിലവിൽ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഇതിനോടകം തന്നെ വയനാട് മേഖലയിൽ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ ഒരു മരണം കൂടി എന്നുള്ള അതിദാരുണമായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാപ്പി പറിക്കാനായിട്ട് പോയ സ്ത്രീയാണ് മരിച്ചത്. വയനാട് മാനന്തവാടിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ലിജോ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ലിജോ, ഒരു മരണം കൂടി, അതിദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ്. വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരാളുടെ മരണം കൂടി സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. അതും കടുവയുടെ ആക്രമണത്തിൽ. ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥലമാണോ ഇത്? എങ്ങനെയാണ് ഈ ഒരു ആക്രമണം സംഭവിച്ചത്? നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മാനന്തവാടിയിലുള്ള പഞ്ചാരക്കൊല്ലി എസ്റ്റേറ്റിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഈ ഈ കടുവ ആക്രമണം നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇത് എസ്റ്റേറ്റ് ആണ്. നൂറുകണക്കിന് ഏക്കർ ഉള്ള കാപ്പി തോട്ടങ്ങളാണ്. അതിനോട് ചേർന്ന് സാധാരണ വനപ്രദേശവും കൂടി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ കാര്യമായി വന്ന് തമ്പടിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വയനാട്ടിലെ പുൽപ്പള്ളിയിൽ കണ്ടതുപോലെ തന്നെ അവശരായ അല്ലെങ്കിൽ ഇരതേടാൻ കഴിയാത്ത വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് കടുവയെ പോലുള്ള വന്യമൃഗങ്ങൾ സാധാരണ ഇത്തരത്തിൽ എസ്റ്റേറ്റുകളിലേക്ക് ഇറങ്ങിയും വളർത്തുമൃഗങ്ങളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൃഗങ്ങളെ പിടിക്കുന്നതിനായി വരികയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ദാരുണമായ സംഭവം, ഇതൊരു ഒരാൾ തൊഴിലെടുക്കാനായി ഇറങ്ങിയതാണ്. എസ്റ്റേറ്റിലെ കാപ്പി പറിക്കുന്നതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. പട്ടാപ്പകൽ അവർ എസ്റ്റേറ്റിൽ അവർ ജോലിക്കായി എത്തുകയും ജോലി ചെയ്യുന്നതിനിടയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ച് ആളുകൾക്ക് പകൽ പോലും തൊഴിൽ എടുക്കുന്നതിനായി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത തരത്തിൽ, അല്ലെങ്കിൽ എസ്റ്റേറ്റ് പോലുള്ള മേഖലകളിൽ പണിയെടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സമാനമായ സംഭവങ്ങൾ ഇടുക്കിയിലും ഉണ്ടാവാറുണ്ട്. തേയിലത്തോട്ടത്തിലുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ മറ്റ് തൊഴിലാളികളായ ആളുകൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അത് കടുവയുടെ ആയാലും ആനയുടെ ആയാലും ഒക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നതിന് സമാനമായൊരു സംഭവമാണ് ഇപ്പോൾ വയനാട്ടിലും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കടുവകളുടെ എണ്ണം വലിയ തോതിൽ അത് കൂടുകയും അത് ജനവാസ മേഖലകളിൽ, പ്രത്യേകിച്ച് ഇരതേടാൻ കഴിയാത്ത അല്ലെങ്കിൽ കുറെ കൂടി മറ്റ് ആരോഗ്യം കുറഞ്ഞ കടുവകൾ അത് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി അത് മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ ആക്രമിക്കുകയും അത് മനുഷ്യരുടെ ജീവൻ തന്നെ നഷ്ടമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. അത് കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരാഴ്ചയോളം അമരക്കുനി മേഖലയിലായിരുന്നു ഈ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് മാനന്തവാടിയിലുള്ള പഞ്ചാരക്കൊല്ലി എസ്റ്റേറ്റിലെ ഒരു സ്ത്രീയുടെ ഒരു തൊഴിലാളിയുടെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മേഖലകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എസ്റ്റേറ്റ് മേഖലകളിൽ ഒരു പ്രശ്നം സ്വാഭാവികമായി അടഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്. കാപ്പിത്തോട്ടങ്ങൾ സ്വാഭാവികമായി അത്തരത്തിൽ ഈ മൃഗങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കടുവകളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ഒത്താവളം എന്ന നിലയ്ക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. സാധാരണ നിലയിൽ ഇത് ഈ എസ്റ്റേറ്റുകളിൽ നിൽക്കുകയും പിന്നീട് ഏതെങ്കിലും ഘട്ടത്തിൽ രാത്രിയാവുന്നതോടുകൂടി അല്ലെങ്കിൽ മനുഷ്യരുടെ
മനുഷ്യരുമായി അത്രത്തോളം ഒന്നും സംസർഗം പാലിക്കുക അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു മൃഗമല്ല. സാധാരണ മനുഷ്യരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാറി നിൽക്കുന്ന ഒരു പതിവാണ് സാധാരണ കടുവകൾ കാണിക്കാറ്. പക്ഷെ രാത്രി ആകുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങുകയും മറ്റു മൃഗങ്ങളെ ഒക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ അവരെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് കടുവകൾ പെരുമാറാറ്. പക്ഷെ ഇത് ജോലിക്ക് ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തൊഴിലെടുക്കാൻ ഇറങ്ങിയിട്ടുള്ള ഒരു സ്ത്രീയെ ആ ഘട്ടത്തിൽ അവിടെ വെച്ച് കാണുക, അത് ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതാണ്. കാരണം എങ്ങനെയാണ് ഈ ആക്രമണം നടന്നത്, അവർ ഒറ്റയ്ക്കായിരുന്നു ആ മേഖലയിൽ ഉണ്ടായിരുന്ന, കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തത അല്പസമയത്തിനകം ഉണ്ടാകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പകൽ പോലും പുറത്തേക്ക് ഇറങ്ങി ജോലി ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് വളരെ മോശമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വന്യമൃഗങ്ങൾ ഏത് സമയത്തും ആക്രമിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ ഒരു 1-2 മാസങ്ങളായി വലിയ തോതിലുള്ള വന്യമൃഗ ആക്രമണം, പ്രത്യേകിച്ച് ഇതൊരു വേനൽക്കാലമൊക്കെ ആകുന്നതേ ഉള്ളൂ. സാധാരണ വേനൽക്കാലം ആകുമ്പോഴേക്കാണ് ജനവാസ മേഖലകളിലേക്ക് കൂടുതൽ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. അത് ആനയായാലും മറ്റു മൃഗങ്ങളായും കാട്ടിലെ ഭക്ഷ്യവസ്തുക്കൾ പൂർണ്ണമായും തീരുകയും അല്ലെങ്കിൽ വെള്ളമൊക്കെ തീരുന്ന സമയത്താണ് ഈ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാറ്. പക്ഷെ ഇത്തവണ അതിനൊക്കെ മുൻപ് തന്നെ, അതായത് ഒരു നവംബർ-ഡിസംബർ മാസം മുതൽ തന്നെ വന്യമൃഗങ്ങൾ പൂർണ്ണമായും പുറത്തേക്ക് ഇറങ്ങുകയും അത് വലിയ തോതിലുള്ള ആക്രമണം ജനങ്ങൾക്ക് നേരെ, അത് ആനയായാലും കടുവയായാലും ഒക്കെ മനുഷ്യന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തന്നെ വന്യമൃഗങ്ങൾ മനുഷ്യരുടെ ജീവൻ അപഹരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, സംഭവങ്ങൾ അത് പലയിടത്തായി ഉണ്ടായിട്ടുണ്ട്. അത് എറണാകുളത്തുണ്ട്, ഇടുക്കിയിലുണ്ട്, വയനാട്ടിലുണ്ട്. അങ്ങനെ പല മേഖലകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് കുറെ കൂടി രൂക്ഷമാകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വരുന്ന മാസങ്ങൾ, പ്രത്യേകിച്ച് മാർച്ച് മുതൽ അങ്ങോട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ കൂടുതൽ വന്യമൃഗങ്ങൾ സാധാരണ പുറത്തേക്ക് ഇറങ്ങാറാണ്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടായിരിക്കും പ്രതിഷേധങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ ലിജോ, വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു. വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന അതിദാരുണമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.